മഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയാണ് ഒരു അടിപൊളി വണ്ടി കണ്ടത് കേട്ടോ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അത് എല്ലാവർക്കും പ്രിയപ്പെട്ട ബോച്ചയുടെ വണ്ടിയായിരുന്നു. എന്നാ പിന്നെ ജസ്റ്റ് ഇതിന്റെ ഉള്ളൊന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിട്ടോ. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് ബോച്ച കീയും ഒരു ഭാഗത്ത് ഓർണമെന്റ്സും ആയിരുന്നു കേട്ടോ. സിൽവറും ഡയമണ്ടൊക്കെ കൂടിയിട്ടുള്ള ഓർണമെന്റ്സുകളായിരുന്നു. അപ്പോൾ അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓരോരോ കളക്ഷനും ഇവർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ പോലെ തന്നെ മറ്റു 2-3 ഫാമിലീസും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടിയിലാണ് നിൽക്കുന്നതെന്ന് അറിയത്തേയില്ല. അത്രക്കും ഭംഗിയായിട്ടാണ് കേട്ടോ ഇവർ ഈ വണ്ടിയുടെ ഉൾഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നവരൊക്കെ തിരിച്ചു പോകുമ്പോൾ ഓരോരോ ബോച്ചട്ടി വാങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കയറിയ സ്ഥിതിക്ക് ഞങ്ങളും വാങ്ങിയിട്ടോ ഒരെണ്ണം. അത് QR കോഡ് ഉണ്ടാവും. കട്ട് ചെയ്ത് അത് കൂപ്പൺ എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കൂപ്പൺ കട്ട് ചെയ്ത് സൈഡ് പടങ്ങനെ കട്ട് ചെയ്താൽ മതി. ഉള്ളിൽ നിന്ന് എടുക്കുക. ഇതേപോലെ QR കോഡ് സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ ഇത് SMS അയക്കാം. ആ കൂപ്പണിലുണ്ട് എല്ലാ ഡീറ്റെയിലൊക്കെ അങ്ങനെ അയക്കേണ്ട കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഗൂഗിൾ പേ എടുക്കാം, സ്കാൻ ചെയ്യാം. ഓപ്പൺ ലിങ്ക് കാണിക്കും. അതിൽ ബോച്ചടിൻ്റെ സൈറ്റ് വരും. ഫുള്ള് ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതേപോലെ ബോച്ചടി സ്പേസ് കൂപ്പൺ കോഡ് സ്പേസ് ഫുൾ നെയിം അത് SMS ആ നമ്പർ. മഞ്ചേരി VP ഹാളിൻ്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ ഈ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയ അന്ന് ഇത് ലാസ്റ്റ് ഡേ ആണെന്ന് അവർ പറഞ്ഞു. ഇനി അവർ നിലമ്പൂർ ചന്തക്കുന്നിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ടീ ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ ഫോണിലേക്ക് ബോച്ചേട്ടിയുടെ വാട്സപ്പ് മെസ്സേജ്. ചെറിയൊരു പ്രൈസ് തന്നെ ഞങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കല്ലേ.